അലി, പോലീസിന്റെ കള്ളക്കളിയാണോ CA ആയതുകൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒരു പരാതി ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടും നടപടിയാവുന്നില്ലല്ലോ അലി? ഡോക്ടർ അരുൺ, എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച CI പ്രതാപ് ചന്ദ്രനെതിരെ ഇത് ആദ്യമായല്ല പരാതികൾ ഉയരുന്നത്. 2023-24 കാലയളവിൽ ഇയാൾ നോർത്ത് SHO ആയിരിക്കെ നിരവധി പരാതികളാണ് ഉയർന്നിരുന്നത്. അന്ന് ഒരു പരാതി ഉന്നയിച്ചത് ഒരു യുവനടനായിട്ടുള്ള സനൂപാണ്. സനൂപിനെ വാഹന പരിശോധനയ്ക്കിടെ അകാരണമായി മുഖത്തടിച്ചു എന്നതായിരുന്നു പരാതി. കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ വെച്ച് വാഹന പരിശോധന നടക്കുന്നു. പോലീസ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം സനൂപ് നൽകുന്നു. അതിനുശേഷവും ഒരു കാരണവുമില്ലാതെ തന്റെ മുഖത്ത് പ്രതാപ് ചന്ദ്രൻ അടിച്ചു എന്നതായിരുന്നു അന്ന് സനൂപ് നൽകിയ പരാതി. അന്ന് സനൂപിനെ കസ്റ്റഡിയിലെടുത്തു. അന്ന് സനൂപ് നൽകിയ പരാതിയിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും സനൂപ് നിയമ പോരാട്ടം തുടരുകയാണ്. സമാനമായ രീതിയിൽ നോർത്ത് പാലത്തിന് താഴെ വിശ്രമിക്കുകയായിരുന്ന ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ റിനീഷിന്റെ മുഖത്തും സമാനമായ രീതിയിൽ പ്രതാപ് ചന്ദ്രൻ അടിച്ചു എന്നതായിരുന്നു പരാതി. ആ പരാതിയിലും ശക്തമായ ഒരു നടപടിയും ഉണ്ടായില്ല. അന്ന് പ്രതാപ് ചന്ദ്രന് വീഴ്ച സംഭവിച്ചു എന്നതായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ശമ്പള വർധനവ് തടഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും പ്രതാപ് ചന്ദ്രനെതിരെ ഉണ്ടായില്ല എന്നതാണ്. പരാതികൾ തുടരെ ഉയരുകയാണ്. എന്തായാലും പ്രതാപ് ചന്ദ്രനെതിരെ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതാപ് ചന്ദ്രനെതിരായ പരാതിയിൽ നാർക്കോട്ടിക്സ് ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ദക്ഷിണ മേഖല IG യുടെ നിർദ്ദേശം. അരുൺ, താങ്ക് യു. അലി അക്ബർ ഷയാണ് വിവരങ്ങൾ നൽകിയത്.